അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ഇസ് കോൾഡ് ഡാഷ്. നമ്മുടെ അൽഗോരിതം എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ അൽഗോരിതത്തിനെ നമ്മൾ കുറേ ഡയഗ്രാംസും സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്ത് പിക്ടോറിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുക? അതിനെ നമ്മൾ പറയും ഫ്ലോ ചാർട്ട് അല്ലേ മക്കളെ? യെസ്. അപ്പോൾ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോ ചാർട്ട്. ഓക്കെ, അടുത്തത് നെയിം ദി എറർ വിച്ച് ഇസ് ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദി പ്രോഗ്രാം ലോജിക്. നമ്മൾ കുറേ ടൈപ്പ് ഓഫ് എറേഴ്സ് കണ്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലോജിക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമ്പോൾ നമുക്ക് വരുന്ന എററാണ് ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ. ഓക്കെ, അടുത്തത് പ്രോഗ്രാംസ് റിട്ടേൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഡാഷ്. നമ്മൾ പ്രോഗ്രാം ചെയ്ത ഹൈ ലെവൽ ലാംഗ്വേജിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതുന്ന ആ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ നമ്മളൊരു പേര് പറയുമല്ലോ. എന്തായിരുന്നു അത്? യെസ്, നമ്മൾ പറയും സോഴ്സ് കോഡ്. സോഴ്സ് കോഡാണ് നമ്മൾ എഴുതുന്നത്. ആ സോഴ്സ് കോഡിനെ നമ്മൾ എന്താക്കി മാറ്റും? നോക്കിക്കേ, സോഴ്സ് കോഡിനെ നമ്മൾ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും അല്ലേ. അപ്പോൾ സോഴ്സ് കോഡ് ഒബ്ജക്റ്റ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെ, അതിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുക? യെസ്, അതിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്താണ്? സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അൽഗോരിതത്തിന് കുറേ പ്രത്യേകതകളുണ്ട് അല്ലേ, കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാണത്? ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബിഗിൻ വിത്ത് ഇൻസ്ട്രക്ഷൻ ടു ആക്സെപ്റ്റ് ഇൻപുട്ട്. നമ്മളൊരു അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഇൻസ്ട്രക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ വാരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യണം. നമുക്ക് ഡാറ്റേനെ ഇൻപുട്ട് ചെയ്യണമെങ്കിലും വാല്യൂസ് അസൈൻ ചെയ്യണമെങ്കിലും നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യണമെങ്കിലും അവിടെയൊക്കെ നമുക്ക് ആര് വേണം? നമ്മുടെ വാരിയബിൾസ് വേണം. അപ്പോൾ അൽഗോരിതം എഴുതുന്ന സമയത്ത് ആ വാരിയബിളിനെയും കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ambiguous. ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. സ്റ്റെപ്പായിട്ട് നമ്മൾ സിമ്പിളായിട്ട് പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേ ഇൻസ്ട്രക്ഷൻസ് എഴുതി നോക്കുകയാണ് അല്ലേ. അപ്പോൾ അത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം. അടുത്തത് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ബി ഫൈനൈറ്റ്. കുറേ സ്റ്റെപ്പുകൾ എഴുതാൻ പാടുണ്ടോ? ഇല്ല. ഏറ്റവും മിനിമലായിട്ട് വളരെ കുറച്ച് സ്റ്റെപ്പിൽ ഫൈനൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതിക്കണം? നമ്മുടെ അൽഗോരിതം എഴുതിയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ടോട്ടൽ ടൈം ടു ക്യാരി ഔട്ട് ഓൾ സ്റ്റെപ്പ് ഇൻ അൽഗോരിതം മസ്റ്റ് ബി ഫൈനൈറ്റ്. കുറേ സമയം എടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏറ്റവും ബെസ്റ്റ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും കുറവ് സമയത്ത് ഏറ്റവും കുറച്ച് സ്പേസ് മതി എന്നുള്ള അങ്ങനെയുള്ള അൽഗോരിതംസിനെയാണ് നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള അൽഗോരിതം എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അൽഗോരിതം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം അതിൻ്റെ സ്റ്റെപ്പുകൾ ഫൈനൈറ്റ് ആയിരിക്കണം. അതേപോലെ അത് റൺ ചെയ്യാൻ എടുക്കുന്ന സമയം ഫൈനൈറ്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ, ഇൻസ്ട്രക്ഷൻ ഗിവൺ ഇൻ അൽഗോരിതം മസ്റ്റ് പ്രൊഡ്യൂസ് ഡിസൈർഡ് ഔട്ട്പുട്ട്. നമ്മൾ ആ ഒരു അൽഗോരിതം എഴുതുന്നത് എന്തോ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആ ഔട്ട്പുട്ട് കിട്ടാനുള്ള പ്രോഗ്രാമിൻ്റെ അൽഗോരിതമാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ വിചാരിച്ച ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. ഓക്കെ, ഇതാണ് നമ്മുടെ അൽഗോരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഡ്രോ ദി ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് വരക്കാറുള്ളത്? നമുക്ക് കുറേ സിമ്പിൾസ് ഒക്കെ അതിനെ അറിയാം അല്ലേ. അപ്പോൾ ആ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലോ ചാർട്ട് വരക്കുക. ഫ്ലോ ചാർട്ടിലെ ഫസ്റ്റ് ആളാരാണ്? സ്റ്റാർട്ട് അല്ലേ, ലാസ്റ്റ് സ്റ്റോപ്പും. അപ്പോൾ ഞാനിതാ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് നമ്മൾ ഏത് സിമ്പിളിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക? എലിപ്സിൻ്റെ ഉള്ളിലാണ് അല്ലേ. അപ്പോൾ ഞാനിതാ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് എലിപ്സ് കൊടുത്തിട്ടുണ്ട്, ഫ്ലോ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആരൊക്കെയാണ് ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യേണ്ടതെന്നുള്ള അറിയണം. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ 2 × L+B ആണ് ഇക്വേഷൻ. അപ്പോൾ അവിടെ നമുക്ക് ആരൊക്കെ വേണം? ലെങ്ത്തും ബ്രെഡ്ത്തും വേണം അല്ലേ. അതാണ് ഇതിലുള്ള വാരിയബിൾസ്. അപ്പോൾ LB എന്ന് നമുക്ക് വിളിക്കാം. അത് നമ്മൾ പാരലലോഗ്രാമിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ എഴുതുക. ഇൻപുട്ട് L, B. ഓക്കെ, ഇനി നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ലെങ്ത്തും ബ്രെഡ്ത്തും വെച്ചിട്ട് എങ്ങനെയാണ് പെരിമീറ്റർ കാണുക എന്നുള്ള ഇക്വേഷൻ കൊടുക്കണം. അപ്പോൾ പ്രോസസ്സിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ റെക്റ്റാങ്കിൾ ആയിരിക്കും. ഓക്കെ, റെക്റ്റാങ്കിൾ കൊടുത്തു. എന്നിട്ട് നമുക്ക് കൊടുക്കാം പെരിമീറ്റർ അല്ലെങ്കിൽ പെരി ഇസ് ഈക്വൽ ടു
2 ഇൻറ്റു എൽ പ്ലസ് ബി. ഓക്കെ, ഇത് റെക്റ്റാങ്കിൾ ആട്ടോ. റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ആ റെക്റ്റാങ്കിൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കിട്ടിയിട്ടുള്ള പെരിമീറ്ററിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതും നമ്മൾ എന്തിലാണ് കൊടുക്കുക? ഔട്ട്പുട്ടാണ് പാരലലോഗ്രാമിലാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം പ്രിൻ്റ് പെരി അല്ലേ, പെരിമീറ്ററിനെ പ്രിൻ്റ് ചെയ്യുക. അത് ഇതാ പാരലലോഗ്രാമിൽ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് സ്റ്റോപ്പ് എലിപ്സിൻ്റെ ഉള്ളിലും കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഫ്ലോ ചാർട്ടും അൽഗോരിതം ഒക്കെ നിങ്ങളോട് ചോദിക്കുള്ളൂ. പക്ഷേ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അൽഗോരിതം എഴുതാനും ഫ്ലോ ചാർട്ട് വരക്കാനും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് ഡ്രോ എനി 3 ഫ്ലോ ചാർട്ട് സിമ്പിൾസ്. നമ്മളിപ്പം നേരത്തെ ചെയ്ത ആ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ഒരുപാട് സിമ്പിൾസ് കണ്ടു അല്ലേ. നമുക്ക് സ്റ്റാർട്ട്, സ്റ്റോപ്പ് അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എലിപ്സ് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ പ്രോസസ്സിങ് കൊടുക്കാൻ നമ്മളിപ്പോൾ കണ്ടു, റെക്റ്റാങ്കിൾ കൊടുക്കാനായിട്ട് പറ്റും അല്ലേ. റെക്റ്റാങ്കിൾ കൊടുക്കുന്നത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് എന്തിനു കൊടുക്കാം? പിന്നെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ കൊടുക്കാൻ പാരലോഗ്രാം കണ്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഒരു ഡയമണ്ട് ഷേപ്പ്, റോംബസ് സിമ്പിൾ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡെസിഷൻ കൊടുക്കാൻ അല്ലേ, ഒരു ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫ്, ഫോർ അങ്ങനത്തെ ലൂപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിളായിരിക്കും നമ്മൾ കൊടുക്കുക. പിന്നെയുണ്ടല്ലോ നമുക്ക് ഫ്ലോ ലൈൻസ് ഉണ്ട്, കണക്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റൂ കേട്ടോ. സിമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾസ് എന്തായാലും അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് സ്വന്തമായിട്ട് വരക്കാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അടുത്തത് റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പർ ഉണ്ട്. ആ 2 നമ്പറിൽ ഏതാണ് വലിയ നമ്പർ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? നമ്മൾ അതിൻ്റെ അൽഗോരിതം എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബസ് എഴുതുമ്പോൾ നിങ്ങളും കൂടെ തന്നെ എഴുതി നോക്കുക. നമ്മുടെ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടായിരിക്കും. അതിലാർക്കും ഒരു സംശയമില്ല അല്ലേ. ഫസ്റ്റ് സ്റ്റാർട്ടായിരിക്കും, ലാസ്റ്റ് സ്റ്റോപ്പായിരിക്കും. സ്റ്റെപ്പ് 1 മിസ് സ്റ്റാർട്ട് കൊടുത്തു. സ്റ്റെപ്പ് 2 നമുക്ക് എന്ത് കൊടുക്കാം? നമുക്കിവിടെ 2 നമ്പർ വേണം അല്ലേ. എന്നാലല്ലേ ആ 2 നമ്പറിൽ ഏതാ വലുതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. യെസ്, അപ്പം നമുക്ക് പറയാം, അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഇൻപുട്ട് num1, num2 അല്ലേ. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. മിസ് ഇവിടെ num1, num2 എന്നാണ് ആ 2 നമ്പേഴ്സിന് പേര് കൊടുത്തത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 നമ്പറിൽ ഏതാണ് വലുത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, ഇഫ് num1 ഗ്രേറ്റർ ദാൻ num2, നമ്പർ 1 നമ്പർ 2നേക്കാളും വലുതാണെങ്കിൽ അപ്പം നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്യണം? num1 ആണെന്ന് പ്രിൻ്റ് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് സ്റ്റെപ്പ് 4 കൊടുക്കാം, പ്രിൻ്റ് num1, ആ ആളെ പ്രിൻ്റ് ചെയ്യുക അല്ലേ. എൽസ് എന്ത് ചെയ്യണം? എൽസിൽ നമുക്ക് പ്രിൻ്റ് num2 എന്ന് കൊടുക്കാം കേട്ടോ. എൽസ് പ്രിൻ്റ് num2. ഇത്രയേ ഉള്ളൂ. 2 നമ്പേഴ്സ് ഉണ്ട്, num1, num2. നമ്മൾ യൂസറിനോട് അത് എൻ്റർ ചെയ്യാൻ പറയുന്നു. യൂസർ അത് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ഏതാണ് വലുത് എന്നുള്ള റിലേഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് num1 ആണ് വലുതെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് num1, അല്ലെങ്കിൽ num2. ഓക്കെ, പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ സ്റ്റോപ്പ് കൊടുക്കുകയാണ്. സ്റ്റെപ്പ് 7 നമുക്ക് സ്റ്റോപ്പ് കൊടുക്കാം. ഓക്കെ ആണോ? യെസ്, ഈസിയാണ് അല്ലേ. ഇങ്ങനത്തെ അൽഗോരിതംസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി വാട്ട് ഈസ് ഡീബഗ്ഗിങ്? ഡീബഗ്ഗിങ് എന്താണ്? റൈറ്റ് എനി 2 ടൈപ്സ് ഓഫ് എറേഴ്സ് ഇൻ പ്രോഗ്രാമിംഗ്. എന്താണ് ഈ ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബഗ്സ് എന്താ? ബഗ്സ് എററാണ് അല്ലേ. അപ്പോൾ ഡീബഗ്ഗിങ് എന്താ? ഈ എറേഴ്സിനെ നമ്മൾ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീബഗ്ഗിംഗ് എന്ന് പറയാം. അപ്പോൾ പ്രോസസ് ഓഫ് ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ് ആണ് ഡീബഗ്ഗിംഗ്. പ്രോസസ് ഓഫ് ഡിറ്റക്റ്റിംഗ്, ഡിറ്റക്റ്റ് ചെയ്താൽ മാത്രം മതിയോ? ഇല്ല, ആ എററിനെ നമ്മൾ എന്തും കൂടി ചെയ്യണം, കറക്റ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ് ആണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ക്വസ്റ്റ്യൻ റൈറ്റ് എനി 2 ടൈപ്സ് ഓഫ് എറേഴ്സ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 എററാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നമുക്ക് പറയാം നമ്മുടെ സിൻടാക്സ് അല്ലെ, ഗ്രാമറിലൊക്കെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് സിൻടാക്സ് എററും, പ്രോഗ്രാം ലോജിക്കൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ലോജിക്കൽ എററും ആയിരിക്കും. ഓക്കെ, സിൻടാക്സ് എററും ലോജിക്കൽ എററും. റെഡി? ഇനി ഇതാ നമ്മുടെ ലാസ്റ്റ് ടോപ്പ് 10ലെ 10th ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ മൊത്തം നമ്മൾ പഠിക്കുന്നത് അല്ലേ. എസ്സേയിലൊക്കെ നമ്മളോട് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റാണ്.
ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഫേസസ്? അപ്പോൾ ഫേസസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മൾ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ആ ഒരു ഫേസ് ആണ് ഫസ്റ്റ് ഫേസ്, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ അല്ലേ. ഇനി സെക്കൻഡ് വൺ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് അല്ലേ. അൽഗോരിതം എന്താണ് എന്നുള്ളത് നിങ്ങൾ വേണം കമൻറ്റ് ചെയ്യാൻ. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ആൻ അൽഗോരിതം? ഓക്കെ, എന്താണ് അൽഗോരിതം? ഇനി ഫ്ലോ ചാർട്ട് എന്താണ്? ഈ അൽഗോരിതത്തിൻ്റെ പിക്ചോറിക്കൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഫ്ലോ ചാർട്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഫേസ്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമ്മൾ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അൽഗോരിതം എഴുതുന്നു. അൽഗോരിതം എഴുതിയതിന് ശേഷം നമ്മൾ ഫ്ലോ ചാർട്ട് വരക്കുന്നു. കുറേ സിമ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഫ്ലോ ചാർട്ടൊക്കെ വരക്കുന്നു. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ലാംഗ്വേജസ് അറിയാം അല്ലേ. C++, ജാവ, പൈത്തൺ. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്, ഏതെങ്കിലുമൊക്കെ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോഡ് ചെയ്താണ്, പ്രോഗ്രാം ചെയ്താണ്. അങ്ങനെ ഈ പ്രോഗ്രാമൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതിയത് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവോ? ഇല്ല. അതിന് നമ്മൾ എഴുതിയ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റണം. അതാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇനി ട്രാൻസ്ലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ എറേഴ്സ് ഉണ്ടോ, എന്തെങ്കിലും ബഗ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കും. അതിൽ ബഗ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം റൺ ടൈം എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കും. എന്നിട്ട് ലാസ്റ്റ്, അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കുന്നുണ്ടാവും. അതാണ് ഡോക്യുമെൻറ്റേഷൻ. ഈ ഡോക്യുമെൻറ്റേഷൻ ഇൻറ്റേർണലും എക്സ്റ്റേണലും ഉണ്ടാവും കേട്ടോ. ഇൻറ്റേർണലും എക്സ്റ്റേണലും ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഫേസസിൻ്റെ ആ ഒരു ഓർഡർ. ഓക്കെ, അപ്പോൾ ഈ ഫേസസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഫേസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ആ ചാപ്റ്ററിൽ മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓരോ ഫേസസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വാട്ട് ഈസ് ആൻ അൽഗോരിതം?